സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷൻ സെഷനിലേക്ക്. നമ്മൾ ഈ രാവിലെ നോക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സൈക്കോളജിയിലെ ചോദ്യങ്ങളാണ്. ഇതിലെ ഭൂരിഭാഗം ചോദ്യങ്ങളുടെ ഉത്തരവും നിങ്ങൾക്ക് കിട്ടും. കാരണം നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ ഇതിന് മുന്നൊക്കെ ചെയ്ത ഭാഗത്തൊക്കെ കണ്ട് പരിചയപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും അത്യാവശ്യം പഠിച്ച ആളുകളൊക്കെ ആയതുകൊണ്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ച് നോട്ടൊക്കെ ചെയ്ത് വെച്ചവരായതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. നോക്കാം, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു എപ്പോഴും പറഞ്ഞതന്നെ നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ട് ഒക്കെ പറയുന്നത് ഇങ്ങനെയാണ്. എന്താണ് ഏറ്റവും സ്പീഡിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കണം, ഏറ്റവും സ്പീഡിൽ ഓപ്ഷൻ വായിക്കും, ആൻസർ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്ത്രീ പുരുഷ പെരുമാറ്റത്തെ കുറിച്ചുള്ള സാംസ്കാരികമായ പ്രതീക്ഷയാണ് ഡാഷ്. അതായത് ഡാഷ് ഈസ് ദ കൾച്ചേഴ്സ് എക്സ്പെക്ടേഷൻസ് ഫോർ മസ്കുലിൻ ഓർ ഫെമിനിൻ ബിഹേവിയർ. കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ജെൻഡറുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ജെൻഡർ എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ ക്ലാസ് ചെയ്തതാണ്. അപ്പോൾ സ്ത്രീ പുരുഷ പെരുമാറ്റത്തെ കുറിച്ചുള്ള സാംസ്കാരികമായിട്ടുള്ള പ്രതീക്ഷയെ വിളിക്കുന്ന പേര് ജെൻഡർ റോൾ, ജെൻഡർ ഐഡന്റിറ്റി, ജെൻഡർ ബയാസ്, അതുപോലെ തന്നെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ഇതിലെന്താ വരുക? സ്ത്രീ പുരുഷ പെരുമാറ്റത്തെ കുറിച്ചുള്ള സാംസ്കാരികമായിട്ടുള്ള പ്രതീക്ഷ, ഇന്നാൾ ഇന്നതേ ആവാൻ പാടില്ല, ഇന്നാൾ ഇങ്ങനെ ആവണം എന്നൊക്കെയുള്ള സാംസ്കാരികമായിട്ടുള്ള ഒരു പ്രതീക്ഷ, അതിനെ വിളിക്കുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണെന്നുള്ളത് ജെൻഡർ റോൾ ആണോ, അല്ല ജെൻഡർ ഐഡന്റിറ്റി ആണോ, ജെൻഡർ ബയാസോ, ഡിസ്ക്രിമിനേഷൻ, എന്താ വരുക? കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ ആൻസർ വരുന്നത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ആൻസർ കിട്ടിയവരനായിരിക്കും ആൻസർ വരുന്നത് ജെൻഡർ റോൾ ആണ്. അതായത് ഒരാളെ കാണുമ്പോൾ നമ്മുടെ സൊസൈറ്റി പറയുകയാണ് അത് മെയിൽ ആണ് അല്ലെങ്കിൽ അത് ഫീമെയിൽ ആണ് എന്ന് സൊസൈറ്റി പറയുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള ഒരു പ്രതീക്ഷ, അതാണ് ഉദ്ദേശിക്കുന്നത്. ജെൻഡർ റോൾ എന്നുള്ളതാണ് ആൻസർ. എന്നാൽ ജെൻഡർ ഐഡന്റിറ്റി എന്ന് വെച്ചാൽ എന്താണ്? അത് അതാത് ആളുകൾക്ക് കാണുമ്പോൾ ഒരാളെ കാണുമ്പോൾ മെയിൽ ആയിട്ടാണ് തോന്നുന്നതെങ്കിലും അവരുടെ ഉള്ളിൽ ചിലപ്പോൾ ഫെമിനിൻ ക്യാരക്ടേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അത് നമുക്കേ മനസ്സിലാവും, നമ്മുടെ ഐഡന്റിറ്റി. ഓക്കെ, അങ്ങനെയുള്ള ആളുകളാണ് നിങ്ങൾ പിന്നീട് ട്രാൻസ്ജെൻഡർ എന്നൊക്കെയുള്ള വിഭാഗത്തിലേക്ക് നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. ഓക്കെ, അപ്പോൾ അത് ജെൻഡർ ഐഡന്റിറ്റി ആണ്. പിന്നെ വരുന്ന ജെൻഡർ ബയാസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ നിങ്ങൾക്കറിയാം, വേർതിരിവ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ആ ഒരു ടോപ്പിക്ക് നിർബന്ധമായിട്ടും കാണണം, ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരും, ഷുവർ ആണ്, മാർക്ക് ചെയ്ത് വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ പരിപക്വനവും പഠനവും സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതാണ്? Which of the following is a correct statement regarding maturation and learning? Okay, maturation and learning എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ വായിച്ച് നോക്കാം. എന്താ വരിക? പഠനം പരിപക്വനത്തിന്റെ മുൻ ഉപാധിയാണ്, അല്ലെങ്കിൽ ലേണിംഗ് ഈസ് എ പ്രീ കണ്ടീഷൻ ഫോർ മെച്ചുറേഷൻ. ഓപ്ഷൻ ബി, പരിപക്വനം പഠനത്തിന്റെ മുൻ ഉപാധിയാണ്, മെച്ചുറേഷൻ ഈസ് പ്രീ കണ്ടീഷൻ ഫോർ ലേണിംഗ്. ആൻഡ് ഓപ്ഷൻ സി, പഠനവും പരിപക്വനവും പരസ്പര വിരുദ്ധ ആശയങ്ങളാണ്, അല്ലെങ്കിൽ ലേണിംഗ് ആൻഡ് മെച്ചുറേഷൻ ആർ കോൺട്രഡിക്ടറി ടു ഈച്ച് അതർ. ആൻഡ് ഓപ്ഷൻ ഡി, പരിപക്വനം ഒരു ആർജിത ശേഷിയാണ്, അല്ലെങ്കിൽ മെച്ചുറേഷൻ ഈസ് എ ലേൺഡ് ബിഹേവിയർ. അപ്പൊ ഇതിലെന്താ നമുക്ക് പറയാൻ പറ്റുമോ? പഠനവും പരിപക്വനവും തമ്മിൽ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചത് അല്ലേ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, കൃത്യമായ പഠനം നടക്കണമെങ്കിൽ നമ്മൾ എന്താണ് മെച്ചുറേഷൻ അല്ലെങ്കിൽ നമ്മുടെ പരിപക്വനം ഉണ്ടായിരിക്കണം. അയാൾ മെച്ചുവർഡ് ആയി കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ടുള്ള പഠനവും കാര്യം ലേണിംഗ് ഒക്കെ കൃത്യമായിട്ട് നടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പഠനം നടക്കണമെങ്കിൽ അതിന് മുന്നോപാധിയായിട്ട് അവിടെ പരിപക്വനം ഒരാൾ മെച്ചുവർഡ് ആയിരിക്കണം എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരിക, പരിപക്വനം. ഓപ്ഷൻ ബി തന്നെ ഇതാ, പരിപക്വനം പഠനത്തിന്റെ മുൻ ഉപാധിയാണ് എന്നുള്ളതാണ് വരിക. മെച്ചുറേഷൻ ഈസ് പ്രീ കണ്ടീഷൻ ഫോർ ലേണിംഗ്. അതാണ് കറക്റ്റ് ആയിട്ട് ഇവിടെ ആൻസർ ആയിട്ട് വരിക. അടുത്തത്, കുട്ടി സ്വയം കേന്ദ്രിതമായി തോന്നുന്ന വികാസഘട്ടം. ഓക്കെ, കുട്ടിക്ക് സ്വയം, അല്ലെങ്കിൽ ഒരു കുട്ടി സ്വയം കേന്ദ്രിതമായിട്ട് തോന്നുന്ന വികാസഘട്ടം ഏതെന്നാണ്? സ്റ്റേജ് ഇൻ വിച്ച് ദ ചൈൽഡ് ലുക്സ് സെൽഫ് സെന്റേഡ്. ഓക്കെ, കുട്ടിക്ക് ഒരു സ്വയം കേന്ദ്രിതമായി തോന്നുന്ന വികാസഘട്ടം ഏതാണ് വരുന്നത് നോക്കിയാൽ? കൗമാരം ഓർ അഡോളസൻസ്, ശൈശവം ഇൻഫാൻസി, ആദിബാല്യം ഏർലി ചൈൽഡ്ഹുഡ്, അതുപോലെ തന്നെ ഓപ്ഷൻ ഡി വരുന്ന യുവത്വം അല്ലെങ്കിൽ യൂത്ത് എന്നാണ്. അപ്പൊ ഇതിലേതാ പറയാൻ പറ്റുക? കുട്ടിക്ക് ഒരു സ്വയം കേന്ദ്രിതമായി തോന്നുന്ന വികാസഘട്ടം എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കി വെക്കുക, ഏർലി ചൈൽഡ്ഹുഡ് ആണ്, അല്ലെങ്കിൽ ആദിബാല്യം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഏർലി ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ ആദിബാല്യം എന്നുള്ളതാണ്. ആ ഒരു സമയത്താണ് കുട്ടിക്ക് അങ്ങനെ ഒരു സെൽഫ് സെന്റേർഡ് ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യുക. നെക്സ്റ്റ്, താഴെ പറഞ്ഞതിൽ തെറ്റായ ജോഡി ഏതെന്നാണ് ചോദിച്ചത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കറക്റ്റ് പെയറിംഗ്. ഓക്കെ, നോട്ട് എ കറക്റ്റ് പെയറിംഗ്, തെറ്റായ ജോഡിയാണ്. നോക്കാം, അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, തെറ്റായ ജോഡി കണ്ടെത്തണമെങ്കിൽ നമുക്കറിയാം ഉറപ്പായിട്ട് അവിടെ ഓപ്ഷൻ 4 ഉള്ളതിൽ 3 ശരിയായിട്ടുള്ള ജോഡിയായിരിക്കും, ശരിയായി പെയർ ചെയ്തായിരിക്കും അല്ലെ? അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മൾ ആദ്യമൊക്കെ വായിക്കും തെറ്റായിട്ട് ജോഡി ചോദിച്ചാൽ നമ്മൾ തെറ്റായിട്ട് ബബിൾ ചെയ്യാനൊക്കെയുള്ള ടെൻഡൻസി അവിടെ കൂടും. ഓക്കെ, അപ്പൊ അത് തെറ്റാൻ പാടില്ല, നിങ്ങൾ മനസ്സിലാക്കുക. നോക്കിയതാ, ഒന്ന് കണ്ടെത്തൽ പഠനം ജെറോം എസ് ബ്രൂണർ ആണെന്നാണ് പറയുന്നത്, അതായത് ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്രൂണർ ആണെന്നാണ് പറയുന്നത്. നിങ്ങൾ തീരുമാനിക്കും ശരിയാണോ അല്ലയോ എന്നുള്ളത്. അടുത്തത്, അർത്ഥപൂർണമായ സ്വീകരണ പഠനം അല്ലെങ്കിൽ മീനിങ് ഫുൾ റിസപ്ഷൻ ലേണിംഗ് എന്ന് പറയുന്നത് ഒസബൽ, ഡേവിഡ് ഒസബൽ ആണെന്നാണ് പറഞ്ഞത്. നോക്കാം, നിരീക്ഷണ പഠനം അല്ലെങ്കിൽ ഒബ്സർവേഷൻ ലേണിംഗ് എന്ന് പറയുന്നത് സ്കിന്നർ ആണെന്ന് പറയുന്നു. ഓപ്ഷൻ ഡി, ശ്രമ പരാജയ പഠനം അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് എന്ന് പറയുന്നത് തൊണ്ടയ്ക്കാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ഏതാ നമുക്ക് തെറ്റായ ജോഡി, അല്ലെങ്കിൽ ഇതിലെ ശരിയായ ജോഡികളൊക്കെ ഏതൊക്കെയാണെന്ന് മാത്രം നിങ്ങൾ കണ്ടെത്തിയാൽ മതി. അങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. നോക്കി, ഒന്നാമത്തെ നോക്കിയേ, കണ്ടെത്തൽ പഠനം അല്ലെങ്കിൽ ഡിസ്കവറി ലേണിംഗ് ആരാണ്? എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് ജെറോം എസ് ബ്രൂണർ തന്നെയാണ് അല്ലെ? കണ്ടെത്തൽ പഠനം ബ്രൂണർ തന്നെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ശരിയാണ്, തെറ്റല്ല.
അർത്ഥപൂർണ്ണമായ സ്വീകരണ പഠനം. ഇതൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. ഓരോന്ന് ഒറ്റക്കൊറ്റക്ക് തന്നെ ക്വസ്റ്റ്യൻ വരും ഇങ്ങനെ ഗ്രൂപ്പ്, അതായത് ഇങ്ങനെ ചോദിക്കാതെ നേരിട്ട് ചോദിക്കാം. അർത്ഥപൂർണ്ണമായ സ്വീകരണ പഠനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചേക്കാം. മീനിങ്ഫുൾ റിസപ്ഷൻ ലേണിംഗ് എന്ന് പറയുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക? അറിയാലോ, ലേണിംഗ് ഡേവിഡ് ഒസബൽ തന്നെയാണ് അല്ലെ? കറക്റ്റ് ആൻസർ ആണ്, ഡേവിഡ് ഒസബൽ തന്നെയാണ്. ഇതും ശരിയാണ്. അടുത്തത് ശ്രമപരാജയ പഠനം. നിങ്ങൾക്കറിയാം തൊണ്ടൈ കാണുന്നത് നിങ്ങൾക്കറിയാം. ട്രയൽ ആൻഡ് എറർ ലേണിംഗ് തൊണ്ടൈ കാണും അല്ലെ? ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണെങ്കിൽ, പൗരാണിക അനുബന്ധന സിദ്ധാന്തമാണെങ്കിൽ നമുക്ക് പാവ്ലോ എന്ന് പറയാം. ഇവിടെ ശ്രമപരാജയ പഠനമാണ്. ട്രയൽ ആൻഡ് എററിലേക്ക് വരുമ്പോൾ അത് തൊണ്ടൈ കാണും. അതും ശരിയാണ്. എന്നാൽ ഓപ്ഷൻ സി ആയി ഇവിടെ തന്നിരിക്കുന്നതാണ് എന്താണ് തെറ്റ്. ബാക്കി 3 ശരിയാണെങ്കിൽ പിന്നെ ഇത് ഉറപ്പായിട്ടും എന്തായിരിക്കണം? തെറ്റായിരിക്കണം. ഓക്കെ, അപ്പൊ ഒബ്സർവേഷൻ ലേണിംഗ് BF സ്കിന്നർ അല്ല, അല്ലെങ്കിൽ നിരീക്ഷണ പഠനം അല്ലെ? സോഷ്യൽ ലേണിംഗ് തിയറി എന്നൊക്കെ പറയും. അതൊക്കെ ആൽബർട്ട് ബന്ദൂരിയാണെന്നൊക്കെ കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇവിടെ ശരിയല്ല. ഓക്കെ, നെക്സ്റ്റ്. പഠനബോധന പ്രക്രിയയാണ് അസിസ്റ്റീവ് സാങ്കേതിക വിദ്യ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നത് ഏത് വിഭാഗം ആളുകൾക്കാണ്? ഓക്കെ, അസിസ്റ്റീവ് ടെക്നോളജി ക്യാൻ ബെസ്റ്റ് ബി യൂസ്ഡ് ഇൻ ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ഓഫ് ഓപ്ഷൻസ് ലേണിംഗ് ഡിസേബിൾഡ് ഓർ പഠന വൈകല്യമുള്ളവരിൽ, വിഷ്വലി ഇംപയർഡ് കാഴ്ച വൈകല്യമുള്ളവരിൽ, ഹിയറിംഗ് ഇംപയർഡ് ഓർ കേൾവി തകരാറുള്ളവരിൽ, അല്ലെങ്കിൽ ഓൾ ഓഫ് ദീസ് എല്ലാവർക്കും. ആർക്കാ വരുക? പഠനബോധന പ്രക്രിയയിൽ അസിസ്റ്റീവ് സാങ്കേതിക വിദ്യ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത് ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? യാതൊരു സംശയവും വേണ്ട, അസിസ്റ്റീവ് ടെക്നോളജി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇവർക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ വരുന്നത് മേൽ പറഞ്ഞവർക്ക് എല്ലാവർക്കും, ഈ പറഞ്ഞ എല്ലാവർക്കും ഓക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ് ഈ അസിസ്റ്റീവ് ടെക്നോളജി. അസിസ്റ്റീവ് ടെക്നോളജി വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ പഠിപ്പിക്കുന്ന നമ്മുടെ ആ ഒരു പ്രക്രിയയെ ബന്ധപ്പെട്ട് നമ്മൾ അതിനെ വേണ്ടി നമ്മൾ ചില ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ. ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ലാപ്ടോപ്പോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറില്ലേ? പലതരത്തിൽ പല ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കാറില്ലേ? അത്രയേ ഉള്ളൂ. അതന്നെയാണ് ഇവിടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അസിസ്റ്റീവ് ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ലേണിംഗ് പ്രോസസ്സ്, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എളുപ്പമാക്കാനായിട്ട് നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റുള്ള ഉപാധികൾ, അത് എല്ലാ തരത്തിലുള്ള ആളുകൾക്ക് അവരവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? നെക്സ്റ്റ്. ഗിൽഫേർഡിന്റെ അഭിപ്രായത്തിൽ സർഗ്ഗാത്മകതയുടെ അടിസ്ഥാനം എന്താണ്? അക്കോർഡിംഗ് ടു ഗിൽഫേർഡ്, ക്രിയേറ്റിവിറ്റി ഈസ് ബേസ്ഡ് ഓൺ ഓപ്ഷൻസ് ഇന്റലിജൻസ് ഓർ ബുദ്ധിശക്തി, ഇൻസൈറ്റ് തിങ്കിങ് ഉൾക്കാഴ്ച ചിന്തനം, കൺവേർജന്റ് തിങ്കിങ് സംവ്രജന ചിന്തനം, അതുപോലെ തന്നെ ഡൈവേർജന്റ് തിങ്കിങ് വിഭ്രജന ചിന്തനം. അപ്പൊ ഇതിൽ ഏതാ ഗിൽഫേർഡിന്റെ അഭിപ്രായത്തിൽ ക്രിയേറ്റിവിറ്റി വരുന്നത് എപ്പോഴാണ്? നിങ്ങൾ ആരുടെ അഭിപ്രായമായാലും ഒന്നും നോക്കണ്ട, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ക്രിയേറ്റീവ് ആയിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് പല രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റണം. നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയിരിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, നമുക്ക് എപ്പോഴും ക്രിയേറ്റീവ് ആയിട്ട് ഇരിക്കുക എന്ന് വെച്ചാൽ എന്താണ്? ഡൈവേർജന്റ് ആയിരിക്കണം നമ്മുടെ ചിന്താഗതി, ഡൈവേർട്ട് ചെയ്ത് പോകുന്നതായിരിക്കണം. ഓക്കെ, പല കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും ചിന്തിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റണം. അപ്പോൾ അവിടെ മനസ്സിലാക്കുക എല്ലാ കാര്യങ്ങളും വേണം. അതിന്റെ കൂടെ തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വിഭ്രജന ചിന്തനം അഥവാ ഡൈവേർജന്റ് തിങ്കിങ് ആണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഡൈവേർട്ട് ചെയ്ത് പോവുക. കൺവേർജന്റ് എന്ന് പറയുന്ന ഒരൊറ്റ സാധനം ക്രിയേറ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതല്ല, അത് ആദ്യം മനസ്സിലാക്കുക. കൺവേർജന്റ് തിങ്കിങ് അല്ലെങ്കിൽ സംവ്രജന ചിന്ത. ഓക്കെ, അടുത്തത്. ഏത് തരം വിലയിരുത്തലാണ് പഠിതാക്കളുടെ പഠന പരിമിതികളും പഠന പ്രയാസങ്ങളും കണ്ടെത്താൻ സഹായിക്കുന്നത്? What type of evaluation identifies learning deficiencies and difficulties of the learner? ഓക്കെ, അപ്പൊ ഏത് തരത്തിലുള്ളതാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക? കുട്ടികളുടെ പ്രയാസങ്ങളാണ്, പരിമിതികളും പഠന പ്രയാസങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റണം. ഏതാ വരുക? സ്ഥാനക്കയറ്റം നൽകാനുള്ള വിലയിരുത്തൽ അല്ലെങ്കിൽ പ്ലേസ്മെന്റ്. പിന്നെയോ തുടർ മൂല്യനിർണ്ണയം, ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയും. പ്രശ്നങ്ങൾ കണ്ടെത്താനുള്ള വിലയിരുത്തൽ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയും. പിന്നെയോ ആത്യന്തിക വിലയിരുത്തൽ അല്ലെങ്കിൽ സമ്മേറ്റീവ് ആയിട്ടുള്ള അസസ്മെന്റ്. അപ്പൊ ഇതിലേതാ വരിക? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. പഠിതാക്കളുടെ പഠന പരിമിതികളും പഠന പ്രയാസങ്ങളൊക്കെ കണ്ടെത്താൻ സഹായിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റില്ല. എന്താ വരിക? നിങ്ങൾക്ക് ഒരു പനിയോ, നിങ്ങൾക്ക് തീരെ ക്ഷീണം, നിങ്ങളൊരു ക്ഷീണം കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടർ എന്ത് ചെയ്യും? നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ കണ്ടെത്തുകയായിരിക്കും. അങ്ങനെ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അതിന് വേണ്ട മെഡിസിനും കാര്യങ്ങളൊക്കെ തരിക. അതായത് ആദ്യം ഡോക്ടർ ഡയഗ്നോസ് ചെയ്യും അല്ലെ, കാര്യങ്ങളൊക്കെ എന്താണെന്നില്ല പരിശോധിച്ചിട്ട് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നില്ല കണ്ടെത്തി വിലയിരുത്തും. എന്നിട്ട് അതിനെന്ത് ചെയ്യും? അവർ അതിനുള്ള പരിഹാരങ്ങൾ നിങ്ങൾക്ക് മെഡിസിൻ ആയിട്ട് തരും അല്ലെ. മനസ്സിലായില്ലേ? അപ്പൊ അത് ആണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അതിനെയാണ് നമ്മൾ റെമഡിയേഷൻ എന്നൊക്കെ പറയുക. അതായത് ഇവിടെ പ്രശ്നങ്ങൾ കണ്ടെത്തുക എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്. അതിനെ വിളിക്കുന്ന ഡയഗ്നോസ്റ്റിക് ആണ്, ഡയഗ്നോസിസ് എന്നൊക്കെ പറയും, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്നാണ്. ഇനി അതിനെ കണ്ടെത്തിയ ശേഷം നമ്മൾ എന്തെങ്കിലും പരിഹാരങ്ങൾ കൊടുക്കുന്നുണ്ട്, കുട്ടികൾക്ക് നമ്മൾ എന്തൊക്കെ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കാറില്ലേ? അതിനെ വിളിക്കുന്ന പേരാണ് എന്താണ്? റെമഡിയൽ ടീച്ചിങ് എന്ന് പറയും. ഓക്കെ, റെമഡിയൽ ടീച്ചിങ്. കണ്ടെത്തുക, ഡയഗ്നോസ് ചെയ്യുക, അതിനുശേഷം നമ്മൾ അവർക്ക് വേണ്ടി കൊടുക്കുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ഉൾപ്പെടുന്നത് റെമഡിയൽ ടീച്ചിങ് എന്നാണ് പറയുക. അടുത്തത്, ബുദ്ധി പരീക്ഷ നടത്തുന്നതിലൂടെ കണ്ടെത്താവുന്നത് എന്താണ്? ബുദ്ധി പരീക്ഷ നടത്തുന്നതിലൂടെ എന്താ കണ്ടെത്തുക നമ്മൾ? ഇന്റലിജൻസ് ടെസ്റ്റിംഗ് ഈസ് യൂസ്ഫുൾ ഫോർ നോയിങ്. എന്താണ്? വ്യക്തി വ്യത്യാസങ്ങളാണോ? ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണോ? ബുദ്ധിമാന്ദ്യം അഥവാ മെന്റൽ റിട്ടാർഡേഷൻ ആണോ? വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയാണോ? അല്ലെങ്കിൽ ഇതെല്ലാ കാര്യങ്ങളും വരുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ബുദ്ധി പരീക്ഷ കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് കണ്ടെത്താൻ പറ്റുക? ഒരു സംശയം വേണ്ട, വ്യക്തി വ്യത്യാസങ്ങൾ കണ്ടെത്താൻ പറ്റും അല്ലെ. IQ ന്റെ ബേസിൽ നമുക്ക് പറയാൻ പറ്റും, ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ കുറിച്ച് പറയാം.
ബുദ്ധിമാന്ദ്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം, MR നെ കുറിച്ച് പറയാം, വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയും കണ്ടെത്താൻ പറ്റും എന്ന് വെച്ച എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടും. ഓക്കെ, all of these ആണ്. അടുത്തത്, മാനസിക സംഘർഷം ഉള്ളപ്പോൾ ഒരു വ്യക്തി കുട്ടികൾ സംസാരിക്കുന്ന പോലെ, അതായത് ബേബി ടോക്ക് എന്ന് പറയും, കുട്ടികൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നു. ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ഇത് ഏത് തരം സമായോജന തന്ത്രമാണ്? Okay, if a person start to talk in baby talk when he is under stress, according to Freud, he is using the defense mechanism known as. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഡിഫൻസ് മെക്കാനിസം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ നമ്മുടെ ഫ്രോയിഡ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഓക്കെ, അപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ഈ പറയുന്ന നമ്മുടെ എന്താ പറയണ്ടത് നമ്മുടെ സമായോജന തന്ത്രം അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസം ഇൻട്രൊഡ്യൂസ് ചെയ്തൊക്കെ അദ്ദേഹമാണ്. അതും ചോദ്യം വന്നേക്കാം. അപ്പൊ നിങ്ങൾ എന്താണ് ഡിഫൻസ് മെക്കാനിസം പഠിച്ചിട്ടുണ്ടാവും, അതിന്റെ ടൈപ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് വെച്ചാൽ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ബേബി ടോക്ക് ഒക്കെ വരുന്ന ഇതിൽ ഏതാണെന്ന് ചോദിക്കുന്നത്? ദമനം ഓർ റിപ്രഷൻ, പശ്ചാത്ഗമനം റിഗ്രഷൻ, യുക്തീകരണം റാഷണലൈസേഷൻ, അതുപോലെ തന്നെ ഉദാത്തീകരണം ഓർ സബ്ലിമേഷൻ എന്നാണ് പറയുക. സബ്ലിമേഷൻ. ഇപ്പൊ ആൻസർ വരുന്നത് എന്താണ്? ഏതാ വരുക? അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് പശ്ചാത്ഗമനത്തിലാണ് കേട്ടോ. റിഗ്രഷൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. റിഗ്രഷൻ അഥവാ പശ്ചാത്ഗമനമാണ്. നെക്സ്റ്റ്, പിന്നോക്കക്കാരായ കുട്ടികൾ എന്നാൽ എന്താണ്? ബാക്ക്വേർഡ് ചിൽഡ്രൻ ആർ. എന്താണ് നിങ്ങൾ പിന്നോക്കക്കാരായ കുട്ടികൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മന്ദപഠിതാക്കൾ ഓർ സ്ലോ ലേണേഴ്സ്, IQ 90 110 ഇടയിലുള്ള കുട്ടികൾ, പിന്നെ മാനസിക രോഗമുള്ളവർ ഓർ മെന്റലി സിക്ക് ആൻഡ് ഓപ്ഷൻ ഡി, ഇവരെല്ലാവരും ഇതിൽ പെടുന്ന പറയുന്നത്. പിന്നോക്കക്കാരായ കുട്ടികൾ എന്നുള്ളതുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നതാണ്? ഒരിക്കലും പിന്നോക്കക്കാരായ കുട്ടികളുടെ IQ നമ്മൾ 90 to 110 പറയില്ല. ഇതൊക്കെ ആവറേജിൽ വരുന്നതാണ് അല്ലേ? അപ്പൊ ഇതൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ തന്നെ മനസ്സിലാക്കുക മേൽ പറഞ്ഞവയെല്ലാം എന്നുള്ളത് തീരെ ശരിയാവില്ല. നമ്മൾ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കണ്ടാൽ ആദ്യം നമ്മൾ അതിലേക്കാണ് പോവുക. അപ്പൊ അത് ശ്രദ്ധിക്കണം. അങ്ങനെ ഉള്ളതുകൊണ്ട് മാത്രം അത് ശരിയാവണം നിർബന്ധമൊന്നുമില്ല. നമ്മളെ തെറ്റിക്കാനും ഓപ്ഷൻ അങ്ങനെയൊക്കെ കൊടുത്തേക്കാം. അപ്പൊ ഇവിടെ മനസ്സിലാക്കുക പിന്നോക്കക്കാരായ കുട്ടികൾ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾ എന്ന് വെച്ചാൽ എന്താണ്? മന്ദപഠിതാക്കളാണ് ഉദ്ദേശിക്കുന്നത്. സ്ലോ ലേണേഴ്സിനെയാണ് നമ്മൾ പൊതുവെ ബാക്ക്വേർഡ് ചിൽഡ്രൻ ആയിട്ട് പറയുക. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മളെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ചെറിയ സമയം കൊണ്ടാണ് ഇപ്പൊ ചർച്ച ചെയ്തത്. അപ്പോൾ നമ്മളിപ്പോ ചെയ്തതിൽ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, പഠിച്ചത് ഓർത്തെടുക്കാൻ പറ്റിയിട്ടുണ്ടാവും. ഓർത്തെടുത്ത കാര്യങ്ങളൊക്കെ ഒന്നും കൂടി നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടാവും. നമ്മൾ കഴിഞ്ഞ സെഷനിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പ്രോആക്റ്റീവ് ഇൻഹിബിഷൻ, റിട്രോആക്റ്റീവ് ഇൻഹിബിഷനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചവരാണ് അല്ലേ? അപ്പോൾ ഇനിയും എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പഴയതൊന്നും മറന്നു പോകാൻ പാടില്ല. എല്ലാ കാര്യവും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്നാണ് നമ്മൾ അതിനെ പഠിച്ചത്. ക്ലിയർ? അപ്പോൾ ഓക്കെ, എന്തോ ആവട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഒരുപാട് മണിക്കൂറുകൾ നിങ്ങളുടെ കയ്യിൽ ഇനിയും ഉണ്ട്. ആ സമയത്തൊക്കെ നിങ്ങൾ നല്ല നീറ്റായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഇന്നത്തെ സെഷൻ ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ചെയ്യാം, നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, പിന്നെ അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ടും അയക്കാം. നമ്മുടെ ഇൻസ്റ്റാ ID ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിലേക്ക് നോക്കാം. അത്യാവശ്യം അയക്കുന്നവർക്കൊക്കെ ടൈമിനനുസരിച്ചിട്ട് റിപ്ലൈ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ മാക്സിമം പഠിക്കുക, നിങ്ങൾ മാക്സിമം പഠിക്കുക. അതിന് വായിച്ചു പഠിക്കാൻ നമ്മുടെ PDF ആർക്കും കഴിഞ്ഞ് ആവശ്യമുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് പർച്ചേസ് ചെയ്യാം. ഡീറ്റെയിൽസ് നെക്സ്റ്റ് പേജിൽ കൊടുത്തേക്കാം. ഓക്കെ, അടുത്ത സെഷനിൽ കാണാം. അടുത്ത സെഷൻ എന്ന് വെച്ചാൽ വരും സമയങ്ങളിൽ തന്നെ കാണാം. മോർണിംഗ് സെഷനിലെ കൂടെ തന്നെ നിങ്ങൾക്ക് സോഷ്യലും പോലത്തെ അഡീഷണൽ കാര്യങ്ങൾ ഇപ്പോൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.